പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുമ്പോൾ സ്വീകരിക്കാൻ ബി.ജെ.പി. മേയർ എത്തുമെന്നായിരുന്നു ഇക്കുറി തദ്ദേശ പോരിന് ഇറങ്ങുമ്പോൾ ബി.ജെ.പി. നടത്തിയ പ്രചരണം. ആ പ്രചരണം ഒടുവിൽ വിജയം കാണുകയാണ്. എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയും അട്ടിമറിച്ച് ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ഭരിക്കാനാണ് ഒരുങ്ങുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണങ്ങൾ വിജയം കണ്ടതോടെ ഇത് എല്ലാവരെയും അമ്പരിപ്പിച്ചു. അങ്ങനെ കേരളത്തിൽ, അതായത് തിരുവനന്തപുരത്ത് ബി.ജെ.പി. അധികാരം പിടിച്ചിരിക്കുകയാണ്. കാലങ്ങളായി ബി.ജെ.പി. മുന്നേറ്റമുള്ള കോർപ്പറേഷനിൽ ഇനി ബി.ജെ.പി. മേയർ എത്തും. വികസന രാഷ്ട്രീയം ചർച്ചയാക്കി എല്ലാ ഭാഗത്തിൽ നിന്നും വോട്ടുകളും പിടിച്ചാണ് ബി.ജെ.പി. അധികാരത്തിലേക്ക് എത്തുന്നത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് കയ്യിലുണ്ടായിരുന്നത് വെറും 7 സീറ്റുകൾ മാത്രമാണ്. അവിടെ നിന്ന് അത് 35 ഉയർത്തിയപ്പോൾ തലസ്ഥാനത്തെ CPM-ഉം കോൺഗ്രസും ഒരുപോലെ ഞെട്ടി. കോൺഗ്രസ് പിന്തുണയോടെ CPM നഗരസഭ ഭരിച്ചു. 5 വർഷങ്ങൾക്കപ്പുറം 2020 വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി.ജെ.പിക്ക് വീണ്ടും ലഭിച്ചത് 35 സീറ്റുകൾ മാത്രം. ഇക്കുറി ഈ നില 50 എത്തിക്കുകയാണ് ബി.ജെ.പി. 7 സീറ്റിൽ നിന്ന് 10 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് കേരളത്തിൻ്റെ തലസ്ഥാന നഗരം ഭരിക്കാനുള്ള ശക്തിയായി മാറിയതിന് പിന്നിൽ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും കൂടി കഥയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നതടക്കം പ്രചാരണത്തിൽ ആവർത്തിച്ചു പറഞ്ഞാണ് ബി.ജെ.പി. വോട്ട് നേടിയത്. വിഴിഞ്ഞം തുറമുഖം, അനുബന്ധ വികസനം, തിരുവനന്തപുരം മെട്രോ റെയിൽ എന്നിങ്ങനെ നഗരവാസികളുടെ പൾസ് മനസ്സിലാക്കിയുള്ള പ്രചാരണമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. നടത്തിയത്. രാഷ്ട്രീയ പോരിനും വിവാദങ്ങൾക്കും പഞ്ഞമില്ലാത്ത കേരളത്തിൽ തലസ്ഥാനത്തെ വോട്ടർമാരുടെ മുന്നിൽ ബി.ജെ.പി. അവതരിപ്പിച്ചത് വികസന രേഖയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുവെന്ന് വേണം ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള കാര്യങ്ങൾ അതിൽ കർശനമായ നിലപാടാണ് ബി.ജെ.പി. സ്വീകരിച്ചത്. RSS കൂടി ഇടപെട്ടാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത്. സിറ്റിംഗ് കൗൺസിലർമാർക്ക് ഉൾപ്പെടെ സീറ്റ് നൽകിയത് പ്രവർത്തന മികവ് മാത്രം മാനദണ്ഡമാക്കിയാണ്. ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്നും വികസന പദ്ധതികൾക്ക് കൂടുതൽ വേഗം കൈവരിക്കുമെന്നും പ്രചാരണ തന്ത്രമാണ് ആദ്യം മുതൽ ബി.ജെ.പി. സ്വീകരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുവിരുദ്ധ തരംഗം ശക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരുവനന്തപുരത്തിൻ്റെ വികസന മുരടിപ്പും ആര്യ രാജേന്ദ്രൻ്റെയും കൂട്ടരുടെയും അഴിമതിയും വോട്ടിൽ പ്രതിഫലിച്ചുവെന്ന് വേണം കരുതാൻ. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്.